എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമെത്തുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു. അപ്പം ഇന്നാ ഇവിടെ ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ അവധി. ഇന്നാ ഇവിടെ ഈ കലം പൊട്ടിക്കുന്നത്. അതിൻ്റെ ബഹളം 5 മണി തൊട്ട് തുടങ്ങിയതാ ഈ കലം പൊട്ടിയിൽ. ഭയങ്കര മഴയുണ്ട്. അപ്പം അതിൻ്റെ പാട്ടും അത് കഴിഞ്ഞ് എന്താ കണ്ട പ്രോഗ്രാമുണ്ട്. അതിൻ്റെയൊക്കെ ബഹളം. ഞാൻ ജനൽ അടച്ചേക്കും, എന്നാലും സൗണ്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വന്നു, ചേച്ചിയെ ഞാൻ സ്വപ്നം കണ്ടു, ചേച്ചിയുടെ വീട്ടിൽ ഞാൻ വന്നെന്ന്. അപ്പോൾ ചേച്ചി ജോലി ചെയ്തിട്ട് കമൻറ്റിൽ കിടപ്പുണ്ട്, നിങ്ങൾ പോയി വായിച്ചാൽ മതി. ചേച്ചി ജോലി ചെയ്തിട്ട് 10 മിനിറ്റ് ചേച്ചി ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ കിടന്നു. പിന്നീട് സംസാരിച്ചു. വീഡിയോ കാണുന്നത് പോലെ ചേച്ചി ഒരു ബ്ലൂ നീലയ്ക്കകത്ത് വെള്ളക്കുത്തുള്ള നൈറ്റി ഇട്ടേന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുക, എന്നെ സ്വപ്നം വരെ കാണുന്നവരുണ്ടല്ലേ. അപ്പോൾ എന്നോട് ആ ആൾ തന്നെ ചോദിച്ച്, ഇന്നലെ ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥിക്കണേന്ന്, ആ മോടെ പേരെന്തോന്ന്, അത് പേര് ഞാൻ പറയുന്നില്ല. കാരണം എന്നെ വിശ്വസിച്ച് ഞാൻ അത്ര അവളുടെ ആ വിഷമം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവൾ എന്നിട്ട് ഇന്നലെ വൈകിട്ട് ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത്. ഹോസ്പിറ്റലിൽ വീണ്ടും പോയി കണ്ടു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ സ്കാൻ ചെയ്തോണ്ട് എന്തോ യൂട്രസിൽ ഒരു സിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ അവർ നാളെയല്ല വെള്ളിയാഴ്ച SITയിലാന്ന് തോന്നുന്നു പിന്നെ ഗൈനക്കുള്ളത്. അപ്പോൾ അവിടെ പോയി കാണിച്ചിട്ട് പിന്നെ അവൾ പ്രാർത്ഥിക്കുന്ന ഒരു ഓപ്പറേഷന് ഇടവരലെ മെഡിസിൻ കഴിച്ച് പോകാൻ പറ്റണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു, ചേച്ചി വെള്ളിയാഴ്ചയാണ് പോകുന്നത്, പോയിട്ട് ഞാൻ ചേച്ചി ഉടനെ പറയാൻ, ചേച്ചി പ്രാർത്ഥിക്കണമെന്നൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഗീതേച്ചി ഉണ്ടല്ലോ, ഇന്നലെ എൻ്റെ ഗീതേച്ചിയെ കപ്പ തന്നെ കാര്യം. ഗീതേച്ചി ഒത്തിരി എന്നെ ഇങ്ങനെ പറയും, ബിജി എന്നോടൊന്നും തോന്നല്ലേ, എന്തിനാ ചേച്ചി എന്തൊന്നും തോന്നുന്നേ, ചേച്ചിക്ക് അറിയാവുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ചേച്ചി പറയുന്നത്. പിന്നെ ഈ തൈറോയ്ഡ് ഉള്ളൊരു കപ്പ, അതാ കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. നമ്മൾ ഈ പൊതുവേ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് കഴിക്കരുത് മനുഷ്യർ. പക്ഷേ വല്ലപ്പോഴും കൊതിയാകുമ്പോൾ വെച്ച് കഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഗീതേച്ചി എൻ്റെ അടുത്ത് ഇവിടെ ഇവർക്കെല്ലാം കാബേജ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കാബേജ് ഉണ്ടാക്കുന്നത്. എനിക്കല്ലെങ്കിലും കാബേജ് ഇഷ്ടമല്ല, കാബേജ് കഴിക്കാറില്ല. സ്ഥലമില്ല. പക്ഷേ ഡോക്ടർ രാജേഷ്, ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയാൻ, ഡോക്ടർ രാജേഷ് എന്നും പറഞ്ഞൊരു പുള്ളിക്കാരൻ്റെ ചാനലുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് കേട്ട്, തൈറോയ്ഡ് ഉള്ള ഒരു കാബേജ് കഴിക്കരുതെന്ന് പറയുന്നത് ഒരു ടൈറ്റിൽ വേണ്ടിയാൽ നോക്കണം പറഞ്ഞു. ഈ വെളിനാട്ടിലുള്ള ഫോറിൻ കൺട്രിയിലുള്ളവരെല്ലാം ഈ കാബേജൊക്കെ സാലഡിലല്ലേ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് അങ്ങനെയുള്ളവർക്ക് കുഴപ്പം, പക്ഷേ സാലഡ് കുക്ക് ചെയ്ത് കഴിച്ചാൽ കുഴപ്പം. സാലഡ് പോട്ടെ, കാബേജ് കുക്ക് ചെയ്താൽ കഴിച്ചാൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഈ അന്നേരം ഫുഡിൻ്റെ കാര്യം നമ്മൾ ചോദിച്ചോണ്ട് പറഞ്ഞ്, ഈ പൊട്ടറ്റോയും ഇവിടെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല സത്യം. അത് ഞാൻ കഴിക്കാത്തത് അതിൻ്റെ അകത്ത് ഷുഗർ കൂടുതലാണല്ലോ, അതുകൊണ്ടാണ്. കപ്പയ്ക്ക് സമമാണ് പൊട്ടറ്റോയും. അപ്പോൾ എൻ്റെ തൈറോയിഡിൻ്റെ കഥ എന്ന് പറഞ്ഞത്, അന്ന് സ്റ്റാർട്ടിങ്ങിൽ 3-4 ഇടയ്ക്കെങ്ങാണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് അവർ മെഡിസിൻ തന്നിട്ട് പറഞ്ഞു 3 മാസം കഴിക്കുക, എന്നിട്ട് നോക്കാമെന്നുള്ള രീതിയായിരുന്നു. പക്ഷേ കഴിച്ചപ്പോഴേ അത് 2-ലൊക്കെ ആയി. പക്ഷേ അവർ വീണ്ടും കണ്ടിന്യൂസ് ചെയ്യാൻ പറഞ്ഞു. ആ ഒരു പ്രശ്നം അന്ന് മുതൽ ഇന്ന് വരെയും 3 കൂടിയിട്ടില്ല, 2-3 ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുക. അന്ന് കഴിച്ചില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്തോ ചെയ്യാനാ, നമ്മളും ചിന്തിച്ച് ഇനിയും കൂടിപ്പോകുമോ, കാരണം ഇങ്ങനെ ഈ വണ്ണം കൂടെ ആയപ്പം നമുക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണെന്നോന്ന് അറിയത്തില്ല ഇപ്പോൾ ഈ മുടിയും പൊഴിയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ മുടി പൊഴിച്ചലിന് ഞാൻ പറഞ്ഞ എണ്ണ ഇങ്ങനെ തേക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റ് വന്നായിരുന്നു. എണ്ണ മാത്രം പോരാ, വിറ്റാമിൻ ഡിയുടെ ഇതും എടുക്കണമെന്ന്. ഞാൻ വിറ്റാമിൻ ഡിയുടെ ഞാൻ ഡോക്ടറെ ഇങ്ങനെ അന്ന് ടെസ്റ്റ് ചെയ്തോണ്ട് D3 ഒക്കെ തീരെ കുറവാണ്. അതിനുള്ള ആഴ്ച ഒരു ദിവസം എടുക്കുന്ന മെഡിസിൻ എടുത്തായിരുന്നു. അത് 1-2 കോഴ്സ്
ആയി. ഇനി ഒന്നുകൂടെ ഇടയ്ക്കൊന്ന് എടുക്കണം. നമ്മൾക്ക് ശരീരത്തിന് വേണ്ടുന്നത് കഴിക്കണമെന്ന് വെച്ചാൽ പല പല പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ തൈറോയ്ഡുകാർ അത് കഴിക്കരുത്, ബ്രോക്കോളിയും കഴിക്കരുതെന്നുണ്ട് തൈറോയ്ഡുകാർ. ബ്രോക്കോളി ഇതിലെല്ലാം നല്ല പ്രോട്ടീൻ ഇതും ഉള്ളതൊക്കെ കഴിക്കല്ലെന്നാണ് പറയുന്നത്. സ്പ്രൗട്ടും കഴിച്ചുകൂടാന്ന് പറയുന്നത്, സ്പ്രൗട്ടും. അപ്പോൾ പിന്നെന്താ ഇങ്ങനെ മനുഷ്യർക്ക് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യോ, ആർക്കും ഷുഗർ വരല്ലേന്ന്, പ്രഷർ വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇത്രയ്ക്ക് അങ്ങനെ എനിക്കിതുവരെ കൊളസ്ട്രോൾ വന്നിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. ഫ്രീസൺ അടിയിട്ടു എൻ്റെ നിന്ന്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ. ആദ്യം ഞാൻ 75 ആയിരുന്നു കഴിക്കുന്നത് ഒരെണ്ണം. ഇപ്പം അതിൻ്റെ പകുതിയാക്കി. 3 മാസം കൂടുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പം പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഡോക്ടർ ഉണ്ടായിരുന്നു. ഒത്തിരി ദൂരെയാണ്, അതുകൊണ്ട് നമ്മുടെ നോർമൽ ഡോക്ടറെ കാണിക്കുന്നത്. അപ്പം പുള്ളി പറയും എന്തെങ്കിലും പുള്ളിക്ക് പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ളതേ പുള്ളി റെഫർ ചെയ്യത്തുള്ളൂ. ഈ പോൾമോന് കൊച്ചിലെ തൊട്ടേ ഇങ്ങനെ ഈ ചുമയും ഇതൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു പറഞ്ഞ് ഇന്നടുത്തൊരു നല്ല ഡോക്ടറുണ്ട്, പോയി ആ പുള്ളിക്കാരൻ ഹോമിയോയും കൊടുക്കുന്നുണ്ട്, അലോപ്പതിയും കൊടുക്കും. അപ്പോൾ ഇവന് ഇങ്ങനെ നമ്മൾ ചെല്ലുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ മെഡിസിൻ ഇവന് നന്നായിട്ട് സൂട്ടാവുമായിരുന്നു. അപ്പം നമ്മൾക്ക് ചില മെഡിസിനുകളൊക്കെ കാണുമ്പോൾ അറിയാമല്ലേ ഹൈ ആൻറ്റിബയോട്ടിക്കാന്നോ, കഴിവതും പുള്ളി ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ സമ്മതിക്കത്തേ ഇല്ല. വല്ല പാരസിറ്റമോളിലോ അങ്ങനെ ഉണ്ടെങ്കിലും ഒതുങ്ങട്ടെന്നുള്ള ചിന്തയിലും. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് അന്നേരം എനിക്കും അസുഖം, പുള്ളി കൊച്ചുങ്ങളെ മാത്രമല്ല നോക്കുന്നത്, എല്ലാവരെയും നോക്കും, അതുപോലുള്ള ആൾക്കാരുമാണ്. അപ്പോൾ എനിക്കും ഇങ്ങനെ ഇടയ്ക്ക് അസുഖം വന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേ റിസൾട്ട് കാണിച്ചിട്ട് പുള്ളി പറഞ്ഞു, അയ്യോ ഇത്രയല്ല ഉള്ളത്, മെഡിസിൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഇത്ര വർഷമായെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അയ്യോ മെഡിസിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഒന്ന് കൺട്രോൾ ചെയ്താൽ മതിയായിരുന്നു, സ്റ്റാർട്ടിങ്ങിലെ ഇങ്ങനെ എടുക്കണ്ടേ, ഇനി എടുത്താൽ പിന്നെ അത് ഇനി അങ്ങ് എടുക്കും, ഇതങ്ങ് നിർത്തിയാൽ പിന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതകളാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ എടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ വെറും വയറ്റിൽ. അപ്പോൾ അത് ഇവർ പറഞ്ഞായിരുന്നു ഈ ഗൈനക്ക്, ഇനി നിങ്ങൾക്ക് പിന്നെ ഒരു നോർമൽ പ്രഗ്നൻസി ആകാൻ പ്രയാസമാണ്, അത് എന്തോലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന്. അവരൊന്നും ടെസ്റ്റൊന്നും അങ്ങനെ ചെയ്തില്ല. ഇവർ ഇച്ചിരി അരവട്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അതൊന്നും ഞങ്ങളിങ്ങനെ വന്നിട്ട് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമുക്കൊരു പേടിയുണ്ടായി, ഈ പ്രഗ്നൻസി ആയി എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനും പോയില്ല, ഒന്നിനും പോയില്ല. ഒരു പോൾമോനും ഫ്രീസറോട് 7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഫ്രീസമോൻ ഉണ്ടായതാണ്. അല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ പോയില്ല. അവരിവിടെ അടുത്തുള്ളൊരു ഗൈനക്കാ. എല്ലാം നമ്മുടെ സമയത്ത്. അപ്പം ഞങ്ങളുടെ അടുത്തല്ല, ദഗിസർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു മലയാളി ഡോക്ടറുണ്ട്. പക്ഷേ അവിടെ ആയിരുന്നു കുറച്ച് നാൾ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങളിപ്പോൾ പോകാത്തതെന്ന് പറയാം, അവിടെ നമ്മുടെ സമയത്ത് ഇപ്പോൾ കഴിച്ചാൽ എന്തെങ്കിലും ജോലി കുറവുള്ള ദിവസം പോകാമെന്ന് വെക്കുവാണെങ്കിൽ അവരുടെ ഹോസ്പിറ്റലുകാർ ഒരാഴ്ച മുമ്പിട്ടേ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അവർ തരുന്ന സമയത്തേ നമുക്ക് പോകാത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മളിപ്പം ഇവിടെ തന്നെ കാണിക്കുക. അപ്പോൾ അത് മലയാളി ഡോക്ടറായിരുന്നു, നമ്മളെ അറിയാവുന്നതായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ റിസൾട്ടൊക്കെ കണ്ടിട്ട് തൈറോയ്ഡ് നോർമലാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഡോക്ടറെ ഇങ്ങനെ മെഡിസിൻ എടുക്കുന്നുണ്ട്, ഈ തൈറോയ്ഡുകാർക്ക് കപ്പ കഴിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചിരിച്ച്, എന്നിട്ട് പറഞ്ഞ് ചിരിച്ചിട്ട് പുള്ളി ഇങ്ങനൊന്ന് മൂളും. എന്നിട്ട് പറഞ്ഞ് കപ്പ അവോയ്ഡ് ചെയ്യുന്നേ നല്ലേ, പിന്നെ അത്രയ്ക്ക് കൊതിയാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കഴിച്ചോളാൻ പറഞ്ഞ്. കൊതിയല്ലേ എല്ലാവർക്കും. ഗീതേച്ചി അങ്ങനെ പറഞ്ഞു. ഗീതേച്ചിക്ക് അങ്ങ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഗീതേച്ചി അങ്ങ് ഇന്നത്തെ വീഡിയോയിൽ വന്നു, വിജി ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, വിജിക്ക് ഒന്നും തോന്നരുതേന്ന്. ഒന്നും തോന്നരുതാ, അത് എൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞത്, അതൊന്നും സാരമില്ല. അതാ ആ ഡോക്ടർ എന്ത് വന്നേലും എന്നെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കും. കാരണം ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞ് അതൊരു
അതിനൊരു ഇതായിപ്പോയി. പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മഴ ഇന്നത്തെ വീഡിയോയിലും അന്ന് ഭയങ്കര സാറ്റർഡേയിലത്തെ വീഡിയോ ആയി കാണിക്കുന്നത്. ഇവിടെ പിള്ളേരൊക്കെ ഉള്ള ദിവസമായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം രാവിലെ ഇവന്മാർ സാറ്റർഡേ ഇവിടെ ഉണ്ട്. ഒരുത്തനെ ഞാൻ പഠിപ്പിക്കാൻ ഇരുത്തിയതാ, അവൻ അന്നേരം വേറെ പരിപാടിക്ക് പോയി. അപ്പം ഇവനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റോൻ അവിട്ടിരുന്ന് ഇവനെ സ്ക്രൂ കയറ്റും, അവനെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവൻ സ്ക്രൂ കയറ്റും. എൻ്റെ അടുക്കളയിലെ ജോലിയുടെ ഇടയ്ക്ക് ഞാനൊന്ന് പോയി നോക്കിയപ്പോൾ ഇതാ ഇവിടുത്തെ അവസ്ഥ. ഇതിൻ്റെ അകത്ത് എഴുതിയോന്നല്ല ഞാൻ ചോദിച്ചത്, നീ എഴുതി പഠിച്ചോന്ന്. എടാ അത് നീ മറ്റേത് എഴുതി, ഇപ്പൊ നിന്നോട് ഡിറ്റേഷൻ ഇട്ടാ നീ എഴുതുമോ അത്? എടാ മര്യാദക്ക് റഫ് ബുക്കിൽ എഴുതിയിട്. अगर नहीं हुआ तो मम्मी देगा 5 times പിന്നെ എഴുതേണ്ടി വരും. झापड़ के साथ नहीं सिर्फ झापड़ मिलेगा नहीं 5 times भी लिखेगा नहीं झापड़ मिलेगा सिर्फ झापड़ नहीं 5 times तो फिर 10 झापड़ नहीं मम्मी तेरे को 5 times लिखना पड़ेगा और 15 20 40 नहीं मैं झापड़ दे दूंगा फिर 50 क्या बोलते झापड़ को അടി. हाँ അടി. झापड़ ये चल गया ചെള്ളക്ക് അടിക്കും. ചെല്ലക്ക അടി മമ്മി ഒരു ചെല്ലക്ക അടി കൊടുക്കും. പിന്നെ നിനക്ക് 5 times എഴുതണം. പറ. ഒക്കണം ആവണം ആവണം ചെവിക്കുട്ടിക്ക്. ആ അവിടെ നിക്ക്, അവിടെ മതി, പുറത്ത് വരത്തില്ല നിന്റെ മലയാളം. എത്ര കൊടുക്കണം അത്ര കൊടുക്കണം. ഇല്ല നിനക്ക് 5 times എഴുതണം. ഇല്ല അതല്ല അടി കൊടുക്കത്തില്ല, നിനക്ക് 10 times എഴുതണം. അടി വേണ്ട 10 times എഴുതാം. ഞാൻ പഠിക്കാം. ഈ മര്യാദ നിന്നെ പഴയ ചെയ്യേ കാല് താത്തു വെക്കടാ. പ്രൈസ ഞാൻ കിച്ചണിൽ പോവാ, നിന്നോട് ഞാൻ പഠിക്കാനുള്ളത് ഇരുന്ന് പഠിച്ചോ നീ. ആ ഹിന്ദി 3, 4, 5 ലെസൺ പഠിക്കും. ആ പഠിച്ചിട്ടില്ല. നിനക്കെന്നല്ല അച്ചാച്ചനും. പോൾ എന്നോട് ചോദിച്ച് ചാപ്പിടെന്ന് പറഞ്ഞാൽ എന്തോന്ന്. ഞാൻ പറഞ്ഞ് ചെള്ളക്ക് അടിക്കുന്ന ഡാഡി പറഞ്ഞല്ല ചെവക്കൂറ്റിക്ക് അടിക്കുന്നതാന്ന്. ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ട് പോള് ഭയങ്കര ഒരുമായിട്ടൊരു മലയാളം പാട്ട് പാടുന്നു. അപ്പം ഞാൻ എന്നാന്ന് ആ പാട്ട് കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് ഈ കർട്ടൻ്റെ അവിടെ പോയി നിന്ന് അവനെ കാണിക്കാതെ വോയിസ് എടുക്കാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഈ പ്രൈസിൻ്റെ മുമ്പിൽ ഒരു നമുക്ക് രഹസ്യവും പറയാനൊക്കത്തില്ല. അവൻ അവിടെ നിന്ന് എന്നെ നോക്കുന്നത് മറ്റവന് മനസ്സിലായി. അവനപ്പം അങ്ങ് നിർത്തി. ഈ ചെറുക്കൻ്റെ അടുത്ത് രഹസ്യം പറയാനും ഒക്കത്തില്ല. ഇവൻ വന്ന് രഹസ്യം പറയുന്നത് ഉറക്കെയായിരിക്കും, എല്ലാവർക്കും കേൾക്കാൻ പറ്റും. അവൻ അവിടെ നിന്ന് എന്നെ നോക്കുന്നതുകൊണ്ട് അവന് മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇവൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കർട്ടൻ്റെ അവിടെ നോക്കുന്നുണ്ട് അവന് മനസ്സിലായി. അങ്ങനെ അവൻ പിന്നെ അങ്ങ് നിർത്തി. പിന്നെ ഞാൻ എൻ്റെ അടുക്കളയെ ഇവർക്ക് ഇതേ ചിന്തിക്കുന്നതാണ്ട വിജിതാണ്ട ഇന്നും കാബേജ്. ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഇതായതുകൊണ്ടാണ് നമ്മൾ പിന്നെ കോമൺ ആയിട്ട് നമുക്കിവിടെ കൂടുതലും കിട്ടുന്നത് ഈ കാബേജാണ്. അതുകൊണ്ടങ്ങ് വാങ്ങിക്കുന്നേമ്മ. അപ്പോൾ കാബേജൊക്കെ ഞാൻ അരിഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് ഇച്ചിരി ഇഞ്ചിയും കൂടെ കൊത്തി അരിയട്ടെ. ഇതാകുമ്പോൾ ഇവർക്ക് 4 പേർക്കും ഇഷ്ടമായത്. പിന്നെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പണ്ടേ ഇത്തിരി മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കൂട്ടാനും വേണ്ട. പൊതുവേ മോര് കറി കാബേജൊന്നും എനിക്കതിനോട് അത്ര താല്പര്യമില്ല. അന്നേരം പോളിന് ഉച്ചയ്ക്ക് ഒരു 1 മണിയാകുമ്പം കോളേജിൽ പോകണം, പ്രാക്ടിക്കലുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ട്യൂഷനുണ്ട്. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണല്ലോ. അപ്പം പിന്നെ ഞാൻ ഇതൊന്ന് കാബേജ് തോരനും കൂടെ ഒന്ന് വെച്ച് റെഡിയാക്കട്ടെ. ഇന്ന് ഭയങ്കര
ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തൊട്ട് മഴയായിരുന്നു ഈ ശനിയാഴ്ച ദിവസം. അപ്പം വെളിയിൽ ഭയങ്കര മഴ നടക്കുക. അപ്പം ഞാൻ ഇവനും ഇവൻ്റെ കൂട്ടുകാർ ഇവർ 2-3 പേരുണ്ട്. പോകാൻ നേരം അവർ പറഞ്ഞ് ഓട്ടോയിൽ അല്ലെങ്കിൽ നടന്നു പോയാൽ മതി, ഇവർക്ക് കോളേജ് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഷോർട്ട് കട്ട് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് നടന്നു പോയാൽ മതി, ഒരു 10-20 മിനിറ്റ്. അപ്പോൾ അവർ പിന്നെ പറഞ്ഞ് മഴയായതുകൊണ്ട് റിക്ഷയിൽ പോകാം. പിന്നെ ഇവർ റിക്ഷയിലാണ് പോയത്. തിരിച്ച് നനഞ്ഞു വന്നാലും കുഴപ്പമില്ലല്ലേ. അപ്പോൾ രാവിലെ ശനിയാഴ്ച ദിവസം ഇവിടെ ഇവർക്കെല്ലാം പിള്ളേർക്ക് മാഗി ആയിരിക്കും. അപ്പം മാഗി കഴിച്ചുകൊണ്ടേ കൊച്ചവന് വിശപ്പ് തുടങ്ങി. അപ്പം പിന്നെ അവന് പറഞ്ഞ് ബ്രെഡ് കണ്ടോണ്ടേ പറഞ്ഞ ബ്രെഡ് കണ്ട ഉടനെ ബ്രെഡ് ചീസ് താന്നും പറഞ്ഞിരിക്കും. പിന്നെ അവന് ഇതും കൊണ്ട് പോഷിപ്പിച്ച് അവനിങ്ങനെ കോഴിയുടെ കൂട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിപ്പറക്കി തിന്നാൻ വേണം. എനിക്കിന്ന് നേരം കുക്കിംഗ് അധികമൊന്നും ഇല്ലായിരുന്നു. തുണികളൊക്കെ കഴുകി ഇനി തുണികൾ ഇടണം. അപ്പം ഞാൻ ഇവിടെ ഈ അവന് കഴിക്കാനും കൊടുത്ത്. അപ്പം ചപ്പസാനിൻ്റെ അവിടുത്തെ ആ ബുക്കുകളെല്ലാം എടുത്ത് അതെല്ലാം ഒന്ന് തുടച്ച് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഇവന് ഗെയിം കളിക്കാനായിട്ട് പേപ്പറും കൊണ്ട് ഫിംഗർ ക്യാപ്പ് ഉണ്ടാക്കി 2 വിരലിൻ്റെ അകത്ത് ഇടാനായിട്ട്. അതൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കും ആൾ. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ വേണം എനിക്ക് തുണി വിരിക്കാം. അപ്പോൾ ഇത്രയും സമയം കിട്ടിയോണ്ടേ അതൊക്കെ ഒന്ന് ചെയ്തേക്കാന്ന് പറഞ്ഞു. അവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നല്ലേ, ഒരു ദിവസം ഇവന്മാർ കളിച്ചാൽ അതിൻ്റെ അകത്ത് ബോളെങ്ങാണ്ട് വീണ് അത് പൊട്ടി. പക്ഷേ തറയിലൊന്നും പൊട്ടി അതിൻ്റെ അകത്ത് തന്നെ ഗ്ലാസിൻ്റെ തുക്കടകൾ വീണത്, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ എല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് തുണികൾ വിരിച്ചിടാൻ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഭയങ്കര മഴയാണ്, തുണികൾ അതുകൊണ്ട് ഒന്നും വെളിയിലിടാക്കത്തില്ല. അപ്പോൾ ഫ്രണ്ട് റൂമിലുള്ളത് ആ കർട്ടൻ്റെ അവിടുത്തെ അതിൻ്റെ അകത്ത് ഇടാമെന്ന് വെച്ച്. ഇത് കഴിഞ്ഞോടനെ അനു വന്നോടനെ കുടുങ്ങി വിറച്ചു വന്ന്. അപ്പം അവൾ പറഞ്ഞു, ആൻറ്റി ഒന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കി, എൻ്റെ കൈ ഇങ്ങനെ പെരുക്കുന്നെന്ന്. ഞാൻ പറഞ്ഞു നിൻ്റെ അഹങ്കാരമില്ല. അവൾ അവിടെ തൊട്ട് ഇവിടെ വരെ നനഞ്ഞു വന്നു. പിന്നെ ഞാൻ എൻ്റെ അരി തിളപ്പിച്ചിട്ടേക്കുമായിരുന്നു, അതിൻ്റെ അകത്ത് ഇങ്ങനെ കൈ പിടിക്കും അവൾ. उधर से आई ना ऑफिस का काम करके तो भीग गई, तो मेरे को प्रॉब्लम है. അപ്പം പോൾമോൻ്റെ കോളേജിൻ്റെ അവിടെ കുറേ ഓഫീസുണ്ട്, 3-4 ഓഫീസിൻ്റെ ഇങ്ങനെ മുറികളുണ്ട്. അതെല്ലാം തുടയ്ക്കുന്ന അവിടെ രാവിലെ ഇവൾ പോയാൽ ഞാൻ ഇന്ന് ചോദിച്ചാണ് ഞാൻ പറഞ്ഞ് 2 മണിക്കൂറോളം ജോലി കാണും അവിടെ. അവിടുന്ന് ഞങ്ങളുടെ ഇവിടെ വരെ അവൾ നനഞ്ഞു വന്ന് ആകെ ഒരു അശു. അങ്ങനെ പിന്നെ ഞാനൊരു ചായയൊക്കെ ഇട്ട് കൊടുത്ത്, കഷ്ടമല്ലേ എന്തൊക്കെയാണെങ്കിലും അപ്പം നനഞ്ഞ് ഇങ്ങനെ കിടുകിടാ വന്നോണ്ടേ പിന്നെ കുറച്ച് നേരം ആ കലത്തിൽ ഇങ്ങനെ കൈ പിടിച്ചോണ്ടേ അതങ്ങ് മാറിയെന്ന് പറഞ്ഞു. പിന്നെ ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞു ഇനിയേലും നീ നനഞ്ഞിങ്ങനെ നടക്കാതെ, നിൻ്റെ അഹങ്കാരം ഇല്ലേ, നിനക്കൊരു കുടയോ നീ ഒരു കുടയോ എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴും ഞാൻ പറയുന്നില്ലേ. പിന്നെ അവൾ പോയി കഴിഞ്ഞ് ഞാൻ ഈ ഉണക്കമീൻ വറക്കണമായിരുന്നു. ഇതിവിടെ എനിക്കും ഡാഡിക്കും ഇഷ്ടമുള്ളൂ. ഈ ഉണക്കമീൻ വറുത്തിട്ടെന്ന് കോളേജിൽ നിന്ന് വന്നോണ്ടേ എൻ്റെ അടുത്ത് അയ്യേ എന്തുവാ ഇവിടെ ഒരു സ്മെല്ല് വരുന്നത്, വല്ലാത്ത മീനിൻ്റെ സ്മെല്ല് വരുന്നെന്ന്. അതവന് ഇഷ്ടേ അല്ല. ഇതെന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ. ഇവിടെ കലം പൊട്ടിയിരു, ഞാൻ പോയൊന്നുമില്ല, അവിടെ എല്ലാവരും നിൽക്കുക കലം പൊട്ടിക്കുന്ന കാണാം. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.